ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്ന ഒരു ദൈവഭക്തൻ്റെ ശക്തി എന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. 2 തീമോഥെയോസ് 4:2. വചനം പ്രസംഗിക്കുവാൻ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം പ്രസംഗിക്കുവാൻ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനായി ഒരുവൻ ഒരുങ്ങി ദൈവകൃപയിൽ നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ മാറ്റവും വലിയ ചൈതന്യവും നമ്മിൽ സംഭവിപ്പാനിടയായിത്തീരും. ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ വചനം ദുർലഭമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അതെ, ദൈവവചനം ഹൃദയത്തിൽ ഇരിക്കണം. അത് പാപത്തെക്കുറിച്ച് സുബോധം വരുത്തുന്നതാണ്. അത് നീതിയിലും സത്യത്തിലും നമ്മെ നടത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നിലനിൽക്കുമ്പോൾ ദൈവവചനം നമ്മെ ശക്തീകരിപ്പാനിടയായിത്തീരും. സമയത്തിലും അസമയത്തിലും പ്രസംഗിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിനാൽ നമുക്ക് ശക്തി ലഭിക്കും. പലപ്പോഴും തകർന്നവരായി, ക്ഷീണിച്ചവരായി, തളർന്നവരായി, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരായി നമ്മൾ തീർന്നു പോകാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവവചനത്തോടുള്ള ഒരുക്കവും സമർപ്പണവും കടപ്പാടും നമ്മിലുണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അത് നമ്മെ ചൈതന്യത്തിലേക്കും ശക്തിയിലേക്കും നടത്തും. 119-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. അതെ, പാപം ചെയ്യുവാൻ കാരണമായി തീരുന്നത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും വചനത്തിൽ ഉറപ്പുള്ളവരായി, തികവുള്ള ഒരു വിശ്വാസിയായി, ദൈവകൃപയുള്ള ഒരു ദൈവഭക്തനായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടെ ജീവിക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒന്നും പ്രയോജനമില്ലെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വിശുദ്ധിയോടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.